തെറ്റ് തിരുത്തുന്നതിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഭാഗമായി സദുദ്ദേശത്തോടെ അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നത് കുറ്റമായി കണക്കാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ടെസ്റ്റ് പേപ്പറിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ എറണാകുളം കോടനാട് തോട്ടുവ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അധ്യാപകൻ തല്ലിയതിനെതിരെ നൽകിയ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ ഉത്തരവ്. അച്ചടക്കം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ലളിതവും ചെറുതുമായ തിരുത്തൽ നടപടികൾ അധ്യാപകർ സ്വീകരിക്കുമ്പോൾ അത് ബാലനീതി വകുപ്പിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ സ്കൂളുകളും സ്ഥാപനങ്ങളും കഷ്ടത്തിലാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ അധ്യാപകൻ പരിധി വിട്ട് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയോ ആക്രമിക്കുകയോ ചെയ്താൽ ബാലനീതി വകുപ്പുകൾ ബാധകമാകുമെന്നും കോടതി വ്യക്തമാക്കി. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തല്ലിയതിൻ്റെ പേരിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം, ബാലനീതി നിയമം എന്നിവയുടെ വകുപ്പുകൾ പ്രകാരം കോടനാട് പോലീസ് സ്റ്റേഷനിൽ 2018 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനെതിരെ സ്കൂളിൻ്റെ പ്രിൻസിപ്പലും അധ്യാപകനുമായ ജോമിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജിക്കാരനെതിരെയുള്ള അന്തിമ റിപ്പോർട്ടിലെ തുടർ നടപടികളും ഹൈക്കോടതി റദ്ദാക്കി. നന്നായി പഠിക്കുന്നതിനെക്കുറിച്ചും ഉയർന്ന മാർക്ക് നേടുന്നതിനെക്കുറിച്ചും ജാഗ്രതപ്പെടുത്താനാണ് അധ്യാപകൻ ശ്രമിച്ചതെന്ന് കോടതി പറഞ്ഞു. കുട്ടികളെ സ്കൂളിലോ മദ്രസയിലോ അയക്കുമ്പോൾ അച്ചടക്കം നടപ്പാക്കാനും നേരായ രീതിയിൽ അവരെ നയിക്കാനും അധ്യാപകർക്ക് മാതാപിതാക്കൾ പരോക്ഷമായി അധികാരം നൽകുന്നുണ്ടെന്ന മുൻ ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി വിധി. കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനും നല്ല പൗരന്മാരാകാൻ പരിശീലനം നൽകുന്നതിനും അച്ചടക്കം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സദുദ്ദേശത്തോടെ ശിക്ഷ നൽകാവുന്നതാണെന്ന് നേരത്തെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.